ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി എങ്ങനെയാണ് നനച്ചെടുത്തതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ 1 കപ്പ് പുട്ടുപൊടി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നോർമൽ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് വേണം ഇങ്ങനെ പുട്ടിൻ്റെ പൊടി കുഴയ്ക്കാൻ. പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുമ്പോൾ കുറേ വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം പുട്ട് നനച്ചെടുക്കാൻ. ഓരോ പൊടിയെ ആശ്രയിച്ചാണ് പുട്ടിൻ്റെ വെള്ളം ആവശ്യമായിട്ട് വരുന്നത്. ചില പൊടിക്ക് കൂടുതൽ വെള്ളം വേണം, ചില പൊടിക്ക് കുറച്ച് വെള്ളം മതി. പുട്ടിൻ്റെ പൊടി എടുക്കുമ്പോൾ കുറച്ചെടുത്താലും നനച്ച് കഴിയുമ്പോൾ വറുത്ത പൊടി കൂടുതലായിക്കോളും. വറുത്ത പൊടി അങ്ങനെയാണ്, എടുക്കുന്നതിലും അളവ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ഒരു 2 പേർക്കൊക്കെ മതിയെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ പൊടി. ഇപ്പം തന്നെ കണ്ടോ, നനയും തോറും ഈ പുട്ടിൻ്റെ പൊടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ അമർത്തിയല്ല പുട്ടിനെ നനയ്ക്കുന്നത്, ഇങ്ങനെ എടുത്തിട്ട് സോഫ്റ്റായിട്ടാണ് ഇങ്ങനെ നനയ്ക്കുന്നത്. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ തിരുമ്മി വിടുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ അമർത്തിയൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. പൊടിയുടെ കറക്റ്റ് നനവ് ശരിയായോ എന്നറിയാനായിട്ട് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കട്ടയാകും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊടിച്ചാൽ പൊടിഞ്ഞും വീഴണം. ആ ഒരു കറക്റ്റാണ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ ഇതെന്നിട്ട് ഇങ്ങനെ ഒന്ന് നനവ് കറക്റ്റായി കഴിയുമ്പോൾ തട്ടിപ്പൊത്തി വെക്കണം. കുറേ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുറേശ്ശെ വീതം ഇങ്ങനെ എടുത്ത് ഈ ബലം കൊടുക്കാതെ ഇങ്ങനെ തിരുമ്മി ഇതിനകത്തെ കട്ടയെല്ലാം ഇങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. ഒന്നും കൂടെ സോഫ്റ്റ് ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്നത്. മിക്സിയിലൊന്ന് അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കുകയും ചെയ്യാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പം കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും പുട്ടിൻ്റെ പൊടി. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുത്ത്, പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെയാണ് പുട്ട് പുഴുങ്ങിക്കൊണ്ടിരുന്നത്. പുട്ടിന് ഇങ്ങനെ കുഴച്ച് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് അവരുടെ പണികളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഈ ബാക്കി ഇങ്ങനെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോഫ്റ്റാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണം പൊടി. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പൊങ്ങി വീഴുന്ന പോലെ തോന്നുന്ന പോലത്തെ പൊടി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ മയത്തിലിങ്ങനെ അങ്ങ് വീഴുന്നു പോകുന്ന പോലത്തെ, അങ്ങനെയാണ് പുട്ടുപൊടി തയ്യാറാക്കുന്നത്. ഇത് ആദ്യം തന്നെ ഇതൊരു ചിരട്ടയ്ക്കകത്തോട്ട് ഞാൻ എടുക്കുവാണ്. ഈ പുട്ടുപൊടി വെച്ചാണ് ഇന്നത്തെ പുട്ടുകളെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ക്യാരറ്റ് വേണം, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴുത്ത ഏത്തക്കയുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന 3-4 കഷ്ണം മീനുണ്ട്. പിന്നെ കരിവേപ്പില വേണം. പിന്നെ ഇങ്ങനെ ഹോളുള്ള ചിരട്ട വേണം, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് വറുത്തെടുക്കാം.
മീൻ ഫ്രൈ ആകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഏത്തക്ക എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം, വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഇങ്ങനെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് വെച്ചു. ഫിഷ് അവിടെ ഇരുന്ന് ഫ്രൈ ആകുന്നുണ്ട്. ഞാനൊരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിലാണ് നമ്മളിത് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഫിഷെല്ലാം ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഈ വാൽവിൽ കൂടി എയർ വരുന്നുണ്ട്. അന്നേരം ഈ ചിരട്ടകൾ ഇങ്ങനെ കമഴ്ത്തി ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇത് 3ഉം ഞാനിങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ആ സ്റ്റീം ഒന്ന് വന്നു കഴിയുമ്പോൾ പുട്ട് ഇതിൽ പിടിക്കാതിരിക്കും ചിരട്ടയിൽ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചിരട്ടയ്ക്കകത്തോട്ട് സ്റ്റീം കയറിയിട്ടുണ്ട്. ഇനി അത് ചിരട്ട ഇങ്ങെടുക്കാം. ഇനി നമുക്ക് ഈ ചിരട്ടയിലേക്ക് ഈ ഏത്തക്ക ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പൂ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇടാം. തേങ്ങാപ്പീരയുടെ മുകളിലേക്ക് ഈ പുട്ടുപൊടി കുറച്ചിടാം. പിന്നെയും ഈ ഏത്തക്ക ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇടാം. ഇനി മുകളിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അമർത്തരുത്, പതുക്കെ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട്. ഇനി നമ്മൾക്ക് ഈ സ്റ്റീം വന്നിരിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. എന്നിട്ടൊരു ചിരട്ട കൊണ്ട് ഇങ്ങനെ മൂടി കൊടുക്കാം. ഈ സമയം നമുക്ക് അടുത്ത ഒരു ചിരട്ട എടുക്കാം. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. പിന്നെ പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. മറ്റേത് വാങ്ങുമ്പോൾ നമ്മൾക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന പുട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കിയാലും അറിയാം വെന്തിട്ടുണ്ട്. ഇതെടുക്കുവാണ്. ഇതെടുത്ത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം. ഇങ്ങനെ അങ്ങ് കമഴ്ത്താം. ക്യാരറ്റ് നിറച്ചത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുവാണ്. അത് നമ്മൾക്കൊന്ന് മൂടി കൊടുക്കാം. ഈ ബനാന പുട്ടിൻ്റെ ചിരട്ട പതുക്കെ ഇങ്ങനെ ഒന്ന് പൊക്കിക്കൊടുക്കും. ഇപ്പോൾ ബനാന പുട്ട് ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്നു. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല രസമാണ്. ബനാന നല്ലപോലെ വെന്തിട്ടുണ്ട്, പുട്ടും വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷ് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. എന്നിട്ട് ഇതിൽ നിന്നും ഈ ഗ്രേവിയും ഉൾപ്പെടെ ഒരു പീസ് എടുത്ത് നമ്മൾക്ക് ഈ ചിരട്ടയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മീനിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇച്ചിരി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെയും തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര കൂടുതലുള്ള പുട്ടിനും നല്ല ടേസ്റ്റാണ്. ഈ പൊടിയും കൂടെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് നിരത്താം. നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡിയാകുമ്പോൾ ഈ ഫിഷ് പുട്ട് നമ്മൾക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഫിഷ് പുട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. അതും ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ടും കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് മുകളിലായിട്ട് നല്ല ശേലായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ 2 പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷ് പുട്ടും റെഡി ആയിട്ടുണ്ട്. അതും കൂടെ എടുക്കുവാണ്. എടുത്തൊരു പ്ലേറ്റിലേക്ക് കമത്താം. ഇപ്പോൾ ഫിഷ് പുട്ടിനെ നമ്മൾക്ക് പൊക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്കൊരു പ്ലെയിൻ പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതും കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കമഴ്ത്തിയിടാം. ഈ പുട്ടിനെ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിതൊരു ഇലയിലേക്ക് എടുക്കുവാണ്. നമ്മുടെ ക്യാരറ്റ് പുട്ടിനെ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. ബനാന പുട്ടിനെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഫിഷ് പുട്ടിനെ ഇങ്ങനെ നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമ്മുടെ പ്ലെയിൻ പുട്ടിനെയും കൂടെ നമുക്കിങ്ങനെ എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. പുട്ടെന്ന് പറയുമ്പോൾ തന്നെ പുട്ടും കടലയുമാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കടല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുട്ടിൻ്റെ പ്ലെയിൻ പുട്ടുണ്ടാക്കിയത് അതിനാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടല വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4 പുട്ടുകളും റെഡി ആയിട്ടുണ്ട്. ഒരു വീട്ടിൽ 4 പേർക്ക് 4 തരത്തിലുള്ള പുട്ടാണ് ഇഷ്ടമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പുട്ടിൻ്റെ പൊടി ഒരേപോലെ കുഴച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.